മോർണിംഗ്, ഇറ്റ്സ് മീ ശ്രീഭാമ. മക്കളെ, നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബേസിക് സയൻസിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻസുകളായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതുമായ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. സോ എല്ലാവരും അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് മിസ്സിന്റെ ക്ലാസ് കാണുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. സോ ഏതാണ് മക്കളെ നമ്മുടെ ചാപ്റ്റർ മൂൺ ആൻഡ് സ്റ്റാർ, തിങ്കളും താരങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ചന്ദ്രനെ കാണാൻ സാധിക്കാത്ത ദിവസമാണ് ഡാഷ്. ഡേ വിച്ച് കാനോട്ട് സീ ദ മൂൺ. മൂണിനെ കാണാത്ത ദിവസത്തെ നമ്മൾ എന്താണ് മക്കളെ പറയാ? പൗർണമി, ഫുൾ മൂൺ ആണോ, അതോ ബ്ലാക്ക് മൂൺ, അമാവാസിയാണോ, ബ്ലൂ മൂൺ ആണോ, അതോ ന്യൂ മൂൺ ആണോ? ഏതാണ് വരാ? നമ്മൾ ചന്ദ്രനെ കാണാത്ത ദിവസം. നമ്മുടെ വീട്ടുകാരൊക്കെ എന്ത് ചെയ്യും? ആ സമയമൊക്കെ ആയി കഴിഞ്ഞാൽ ജനലും വാതിലൊക്കെ അടച്ച് ഉള്ളിൽ തന്നെ ഇരിക്കണം എന്നൊക്കെ പറയും അല്ലെ. അതേപോലെ കലണ്ടറിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് മാർക്ക് ചെയ്യുന്നത് ചന്ദ്രനെ കാണാൻ കഴിയാത്ത ദിവസം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ബ്ലാക്ക് മൂണ്, അമാവാസി. നിങ്ങൾക്ക് കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? അമാവാസി കഴിഞ്ഞ് പിന്നെ പൗർണമി വരും അല്ലെ. സോ ചന്ദ്രനെ കാണാൻ കഴിയാത്ത ദിവസമാണ് അമാവാസി, ചന്ദ്രനെ കാണുന്ന ദിവസമാണ് പൗർണമി. കംപ്ലീറ്റ് ആയിട്ട് ചന്ദ്രനെ കാണുന്ന വട്ടത്തിൽ അല്ലെ, ഫുൾ മൂണായിട്ട് കാണുന്നതാണ് നമ്മുടെ പൗർണമി എന്ന് പറയുന്ന ദിവസം. ക്ലിയർ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ചന്ദ്രൻ ഡാഷിനെ ചുറ്റുന്നു. മൂൺ റിവോൾവ് അറൌണ്ട് ഡാഷ്. സൺ ആണോ, സ്റ്റാർ ആണോ, വിൻഡ് ആണോ, എർത്ത് ആണോ എന്ന് ചോദിച്ചിട്ടുള്ളത്. ഏതിനാണ് മക്കളെ നമ്മുടെ ചന്ദ്രൻ ചുറ്റിക്കൊണ്ടിരിക്കുക? നമ്മുടെ സൗരയൂഥം, സോളാർ സിസ്റ്റം നമുക്ക് അറിയുന്നതല്ലേ. എന്തിനാ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഭൂമിനെ, എർത്തിനെയാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് അല്ലേടെ മക്കളെ. സോ നിങ്ങൾക്കറിയാം, സൂര്യനാണ് നടുവിലുള്ളത്. സൗരയൂഥത്തിൽ സൂര്യൻ നടുവിലുണ്ട്. അതിന് ചുറ്റും ഒരുപാട് ഗ്രഹങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ഭൂമി, എർത്ത് എന്ന് പറയുന്നത്. എർത്തിനെ ചുറ്റിയാണ് നമ്മുടെ ചന്ദ്രൻ ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. സോ സൂര്യൻ, ഭൂമി സൂര്യനെ ചുറ്റുന്നു, ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നു എന്ന് നമുക്ക് പറയാം അല്ലെ. സോ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. നടുവിലായിട്ട് സൂര്യനാണ്, അതിലെ ചുറ്റും ഗ്രഹങ്ങള്, അതിൽ നമ്മുടെ ഭൂമിയുണ്ട്, എർത്ത് ഉണ്ട്. എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരാ? നമ്മുടെ ചന്ദ്രൻ, മൂണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എർത്തും സ്വയം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഭൂമിയെ നമ്മുടെ സൂര്യനെ കറങ്ങുക മാത്രമല്ല, സ്വന്തമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. റവല്യൂഷൻ, റൊട്ടേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, പരിക്രമണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. സോ അതും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കാം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഭൂമിയുടെ ഡാഷ് മൂലമാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഡേ ആൻഡ് നൈറ്റ് കണ്ടിന്യൂസ്ലി അപ്പിയർ ഡ്യൂ ടു ഡാഷ് ഓഫ് ദ എർത്ത്. റൊട്ടേഷൻ കറക്കമാണോ, അതോ വൈബ്രേഷൻ കമ്പനമാണോ, ലീനിയർ മോഷൻ നേർരേഖയിൽ ചലിക്കുന്നതുകൊണ്ടാണോ, അതോ ഷേപ്പ് ആകൃതിയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ക്ലിയർ കട്ട് ആയിട്ട് പറയാം. എന്താണ്? റൊട്ടേഷൻ ആണ്. മിസ് പറഞ്ഞു നമ്മുടെ ഭൂമി സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ മിസ് ഭൂമിയാണെങ്കിൽ മിസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം മിസ് സൂര്യനെയും ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്താണ്? ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ സൂര്യൻ അഭിമുഖമായിട്ട് വരികയാണെങ്കിൽ അപ്പൊ നമുക്ക് അവിടെ പകലാണെന്ന് പറയാം. അഭിമുഖമല്ലാതെ വരുന്ന സമയത്ത് അപ്പുറത്തെ സൈഡില് എന്തായിരിക്കും? ഇരുട്ടായിരിക്കും എന്ന് നമുക്ക് പറയാം അല്ലെ. സോ ഇങ്ങനെയാണ് നമ്മുടെ ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ നേരെ സണ്ണിന് അഭിമുഖമായിട്ട് വരുമ്പോൾ, സൺലൈറ്റ് നന്നായിട്ട് നമ്മുടെ ഭൂമിയിൽ പതിക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് രാവിലെയാകുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങുന്നത് എപ്പോഴാ? രാത്രി അല്ലെ. രാത്രി ആവുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. നമ്മുടെ ഭൂമിയുടെ നേരെ പകലാകുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് രാത്രി ഫീൽ ചെയ്യുക. ഇത് പഠിച്ചു വെക്കുക. ഡേ ആൻഡ് നൈറ്റ് അത് റൊട്ടേഷൻ ഓഫ് എർത്ത് കാരണമാണ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സൂര്യൻ ഒരു ഡാഷ് ആണ്. ഏതാ? നക്ഷത്രം, സ്റ്റാർ ആണോ, അതോ ഗ്രഹം, പ്ലാനറ്റ് ആണോ, നക്ഷത്രഗണം, കോൺസ്റ്റലേഷൻ ആണോ, അതൊരു ജീവിയാണോ എന്ന് പറയുന്നത്? നമുക്കറിയാം സൂര്യൻ എന്ന് പറയുന്നത് ഒരു നക്ഷത്രമാണ്. നമ്മൾ വിചാരിക്കും സൂര്യൻ നക്ഷത്രം അല്ല എന്ന്. ബട്ട് എന്താണ് മക്കളെ, നമ്മുടെ സൂര്യൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ആണ്. ഏറ്റവും വലിയൊരു സ്റ്റാർ ആണ് അല്ലെ. നമ്മൾ ഇന്നും കാണുന്നയാളാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് വെക്കുക. നമ്മുടെ സൺ എന്ന് പറയുന്നത് സ്റ്റാർ ആണ്, നക്ഷത്രമാണ് എന്നുള്ള കേസ് നിങ്ങൾ ആലോചിച്ച് വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വേർ ഡസ് ദ മൂൺ റൈസസ്. ചന്ദ്രൻ ഉദിക്കുന്നത് എവിടെയാണെന്നാ ചോദിക്കുന്നത്. എവിടെയാണ് മക്കളെ ചന്ദ്രൻ ഉദിക്കുന്നത്? വടക്കാണോ, തെക്കാണോ, കിഴക്കാണോ, പടിഞ്ഞാറാണോ? ഏതാണ് വരാ? ഏതാ? നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ അറിയില്ലേ? കിഴക്കാണ് ആര്? നമ്മുടെ ചന്ദ്രൻ ഉദിക്കുന്നത്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് ആണ്. എല്ലാതും എന്താണ്? നിങ്ങൾ പഠിച്ചു വരുന്ന കാര്യമാണ്. ഒരു 1 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സോ ഒരു 1 മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടരുത് അല്ലെ. സോ വളരെ സൂക്ഷിച്ച് നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: ഭൂമി പടിഞ്ഞാറ് നിന്നും ഡാഷിലോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. ദ എർത്ത് സ്പിൻ ചെയ്യുന്നത് ഡാഷിൽ നിന്ന് വെസ്റ്റ് ടു ഡാഷ് ആണെന്നാണ് പറയുന്നത്.
ഈസ്റ്റ്, തെക്ക്, നോർത്ത്, വടക്ക്, സൗത്ത്, കിഴക്ക്, നൺ ഓഫ് ദിസ് എബവ് ഇവയൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. ഏതാണ് മക്കളെ വരിക? ഭൂമി എവിടെ നിന്ന് എവിടത്തോട്ടാ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്, എർത്ത് സ്പിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? മിസ് പറഞ്ഞു, മിസ് ഒരു എർത്ത് ആണെങ്കിൽ മിസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. അതെവിടെ നിന്ന് എവിടത്തോട്ടാണ്? വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. പടിഞ്ഞാറ് നിന്നും നമുക്ക് ഏത് പറയാം? തെക്കിലോട്ടാണ് അത് ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? സോ നമ്മൾ ഈ ഒരു ചെറിയ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ട് കുറച്ച് മാർക്ക് വാങ്ങിച്ചല്ലേ? 1 മാർക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. സോ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും മിസ് വരും. സോ അതുവരേക്കും സെറ്റ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ ബൈ ഡിയേഴ്സ്, സീ യു, ബൈ.